ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗ്രീൻ വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പേര് ശങ്കർ ശ്രീകുമാർ. ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കുറേ ദിവസമായിട്ടൊരു എൻക്വയറി ഉണ്ട്. അതായത് നമ്മളെപ്പോഴും സേഫ്റ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെക്കുറിച്ച് മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസേ പറയുന്നുള്ളൂ. നിബോഷ് കോഴ്സസ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല, പെർട്ടിക്കുലർലി എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് സബ്ജക്റ്റിൽ. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് IMAയുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ടാണ്. അതെന്താണ് ആ കോഴ്സ് എന്നുള്ള ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അടിക്കുക. പിന്നീട് മറ്റേ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാ ആഴ്ചയും നമ്മൾ വീഡിയോസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ചെറിയ സബ്ജക്റ്റ് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. IMAയുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ IMAയുടെ ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് അത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് IMA എന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് ഓർഗനൈസേഷനാണ്. അവർക്ക് ഒട്ടനവധി കോഴ്സസ് ഉണ്ട്. അതിനകത്ത് ഫൗണ്ടേഷൻ ലെവൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആസ് ദ നെയിം സജസ്റ്റ് ഇതൊരു ഫൗണ്ടേഷൻ ലെവലാണ്. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്തോട്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല റെക്കഗ്നീഷനുള്ള ഒരു ഷോർട്ട് ടേം കോഴ്സാണ് ഈ സാധനം. ഇത് ഇംഗ്ലീഷിലാണ് ഡെലിവറി ചെയ്യുന്നത്. ഇതിന് പ്രയറായിട്ടുള്ള എന്താ പറഞ്ഞത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, മസ്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും വേണം എന്നുള്ള റിക്വയർമെൻറ്റ് ഒന്നും തന്നെ ഇതിനില്ല. ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു 5 days കോഴ്സാണ്. 40 hours സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉള്ളത്. 7 മൊഡ്യൂളാണ് ഇതിൽ പഠിക്കാനുള്ളത്. 5 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് പഠിച്ച് തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഡെലിവറി ചെയ്യുന്നത്. വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത്ര ടഫായിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി സബ്ജക്റ്റിനെ പോലെ തന്നെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം ആദ്യം അതിനകത്ത് നമ്മളിപ്പം സേഫ്റ്റി ഫീൽഡിലുള്ളവർക്ക് ഈ ഒരു ഫീൽഡിനകത്തുള്ള എക്സ്പോഷർ വളരെ കുറവായിരിക്കും. പക്ഷേ ഭാവിയിൽ ഇനി അങ്ങോട്ട് വരുന്നത് ഇനി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആണ്. അവിടുത്തെ ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇതാവും കീ ടോപ്പിക്. ഇപ്പോൾ ഇപ്പോഴേ നമ്മളത് പഠിച്ച് ഈ കോഴ്സസ് ഗ്രാസ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസിന് പോകുമ്പം ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് കൂടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോഴേ പഠിച്ച് വെക്കുന്നതിന് നഷ്ടമില്ല. പഠിത്തത്തിനകത്തൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. അത് നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്കത് റിട്ടേൺസ് തരിക തന്നെ ചെയ്യും. സോ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഏത് ഒരു ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്സ് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇത് ബോത്ത് വർക്കിംഗ് പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. അത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാം. ഈ കോഴ്സ് വലിയ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒന്നും തന്നെ അല്ല. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അസസ്മെന്റ് ഫോർമാറ്റ്, സ്ട്രക്ചേർഡ് ആൻഡ് ടൈംലി ഇവാലുവേഷൻ. ഇത് എങ്ങനെയാണ്, ഇതിന്റെ അസസ്മെന്റ് ഫോർമാറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, എപ്പോഴാണ് എനിക്ക് എക്സാം ചെയ്യാനുള്ളത്, ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ആദ്യത്തെ കാര്യം, മസ്റ്റ് ആയിട്ട് ഒരു മാസം മുമ്പ്, അതായത് ലേണേഴ്സ് ഹാവ് 1 month ഫ്രം രജിസ്ട്രേഷൻ ടു കംപ്ലീറ്റ് ദി അസസ്മെന്റ്. അതായത് നിങ്ങൾ ഒരിക്കൽ IMAയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അസസ്മെന്റ് ചെയ്തിരിക്കണം. പഠിച്ചതിന് ശേഷം, അതായത് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ IMAയിൽ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ഡേറ്റ് തൊട്ട് 1 മാസത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. 20 മുതൽ 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വരത്തില്ല. പഠിച്ചിരിക്കുന്നതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. ക്ലോസ്ഡ് ബുക്ക് എക്സാം ആണ്. ബുക്കൊന്നും തുറന്ന് എഴുതാൻ സാധിക്കത്തില്ല. വളരെ സിമ്പിൾ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിച്ചതിനകത്ത് നിന്ന് ചോദിക്കത്തുള്ളൂ. ഈ അസസ്മെന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മൺഡേ ആണ്. IMA ബോർഡ് യൂസ് ചെയ്ത് മോസ്റ്റ് ആർ കണ്ടക്റ്റഡ് വീക്ക്ലി ഓൺ മൺഡേസ്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾക്ക് ആ പോർട്ടൽ തുറന്നു തരും. നിങ്ങൾക്ക് ആ സമയത്ത് തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് ഹൗ അസസ്മെന്റ് പ്രൊസീജിയർ ബുക്കിംഗ് യുവർ അസസ്മെന്റ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അസസ്മെന്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ലേണേഴ്സ് മസ്റ്റ് ഇൻഫോം ദി എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റ് അറ്റ്ലീസ്റ്റ് 1 week പ്രയർ ടു ദി ഇന്റർവ്യൂ. നിങ്ങൾ ഞാൻ പറയാം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതിന് ഒരാഴ്ച മുമ്പ്, ഇപ്പം ഞാൻ അടുത്ത തിങ്കളാഴ്ച തന്നെ എഴുതാൻ തയ്യാറാണ്, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച, ഇന്ന് ബുധനാഴ്ച, ഏതൊരു ദിവസമാണ്, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്,
അപ്പോൾ ഞാൻ അടുത്ത തിങ്കളാഴ്ച എക്സാം എഴുതുന്നെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പോർട്ടൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് തരും. അതിന് നമ്മൾ ഫീസ് ഉണ്ട്, അതെല്ലാം നമ്മൾ അടച്ച് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം തിങ്കളാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. അതിനകത്ത് കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാംസ് റെഡി ആയിരിക്കും. ഈ എക്സാംസ് എല്ലാം ആസ് ഐ സെഡ് ഓൺലൈനാണ്. IMA പ്രോക്ടറിംഗ് ഓൺലൈൻ ത്രൂ നിങ്ങളെ നോക്കും. അതെങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്, ബുക്ക് വല്ലതും തുറക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർ അവരുടേതായ രീതിയിൽ നോക്കിക്കോളും. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ മുമ്പേ ഇൻഫോം ചെയ്യണം. തലേ ദിവസം വന്നിട്ട് എനിക്ക് നാളെ എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. മുമ്പേ മസ്റ്റായിട്ടും എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസൾട്ടും സർട്ടിഫിക്കേഷൻ, എപ്പോഴൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത്. ഒരിക്കൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് 20 മുതൽ 30 UK വർക്കിംഗ് ഡേയ്സിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഹാർഡ് കോപ്പി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആണ്. IOSH എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ എൻവയോൺമെന്റ് റിലേറ്റഡ്, അതായത് IMAയുടെ കോഴ്സസ് എല്ലാം തന്നെ. സോ ദാറ്റ് ഈസ് എ വൈഡ്ലി അക്സെപ്റ്റഡ് വൺ. നിലവിൽ ഇവരാണ് ആദ്യമായിട്ട് എൻവയോൺമെന്റിന്റെ കോഴ്സസ് സബ്ജക്ട്സ് കൂടുതലും ഇവർ ഇതിനു വേണ്ടി മാത്രമുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് കോഴ്സസ് മാത്രം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നീബോഷ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവർ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. എന്നാൽ നീബോഷും ഉണ്ട് എൻവയോൺമെന്റ് റിലേറ്റഡ് കോഴ്സസ്, പക്ഷെ അത് അത്ര ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്ര ഒരു ഫേമസോ അല്ല. പക്ഷെ IMAയുടെ കോഴ്സസ് കുറച്ച് നല്ല പബ്ലിസിറ്റി ഉള്ള ഒരു സംഭവം തന്നെ. സോ 20 മുതൽ 30 ദിവസത്തിനകത്ത് നിങ്ങളെ വർക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടി ആണ്. ആൻഡ് ഫൈനലി ഈ കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു IMAയുടെ മെമ്പർഷിപ്പ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതായത് സക്സസ്ഫുൾ ആയിട്ട് ഈ കോഴ്സ് പാസ്സാവുന്നവർക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് IMA നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഈ സീം IOSH IOSH ഒക്കെ വയ്ക്കത്തില്ല, അതിൻ്റെ കൂടെ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇത് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പേരിനകത്ത് വയ്ക്കാം. അതായത് നിങ്ങളപ്പോൾ ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഇന്റർവ്യൂ നിങ്ങളെ CV സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്കത് പിടികിട്ടും. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. ഇതിന്റെ മാത്രമല്ല മെമ്പർഷിപ്പ് എടുക്കുന്നതിനോട് കൂടി ഒരുപാട് ഒട്ടനവധി ബ്ലോഗുകളും അവരുടെ തന്നെ ഗ്രൂപ്പിനകത്തൊക്കെ മെമ്പർഷിപ്പ് കിട്ടുകയും നിങ്ങൾക്ക് എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ചാൻസസും ഇതിനകത്തുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഇതാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇത്. അതായത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഈ കോഴ്സ് ഓൾവേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, വിച്ച് ഈസ് IMA ഫൗണ്ടേഷൻ കോഴ്സ് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് കോഴ്സ് അഡ്വൈസറുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവർ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻസ് തരും. വളരെ സിമ്പിളാണ്. എൻവയോൺമെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ കോഴ്സസിനെ ഈ പെർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാം. ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ ഗോ ഫോർ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അതൊക്കെ പ്രസ് ചെയ്ത് വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ്. ഐ എം ശങ്കർ ശ്രീകുമാർ വൺസ് അഗൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുമായിട്ട് ഞാൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ടേക്ക് കെയർ. ബൈ ബൈ.